ജംഷീർ ഈ പെൺകുട്ടികളുടെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നോ? അവരെന്താണ് പറയുന്നത്? പെൺകുട്ടികളുടെ വീട്ടുകാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് യാതൊരു കാരണവശാലും അവർക്ക് പോകാൻ എങ്ങനെ അവർ പോയി എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഇപ്പം ഫാത്തിമ ഷാദയുടെ പിതാവ് പറഞ്ഞത് പ്രകാരം അവർ യൂണിഫോമിൽ മാത്രമാണ് വന്നിരുന്നത്. അവരുടെ കയ്യിൽ ഡ്രസ് ഉള്ളത് പോലും ഇവർക്കറിയില്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യം, അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഫോട്ടോയും ഒക്കെ വരുന്നതിന് മുൻപായിരുന്നു നമ്മൾ അവരോട് സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് യൂണിഫോമിലാണ് അവർ വന്നത്, അവരുടെ ബാഗിലോ അല്ലെങ്കിൽ മറ്റോ യാതൊരു ഡ്രസ്സും ഉണ്ടായിരുന്നില്ല, കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വന്നതോടുകൂടിയാണ് അവർ ഡ്രസ്സ് മാറിയത് വ്യക്തമാകുന്നത്. അവർ കൃത്യമായി പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് വന്നത്. അവരുടെ ബാഗിലും ഡ്രസ്സ് ഉണ്ടായിരുന്ന ഡ്രസ്സ് മാറ്റിയിട്ടാണ് അവർ പോയത് എന്നുള്ളതാണ്. അതിൽ വലിയൊരു ആശങ്ക ആ കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരപ്പോഴും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കുട്ടികളെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ കുട്ടികളെ കണ്ടെത്തി എന്നുള്ള വാർത്ത വന്നതോടുകൂടി അവർ വളരെ വലിയ ആശ്വാസത്തിലാണ് രണ്ട് കുടുംബങ്ങളും ഉള്ളത്. എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ നേരിട്ട് കാണണം, അവരുടെ കാര്യങ്ങൾ പറയണം എന്നുള്ള, അവരെ നേരിട്ട് കാണണം എന്നുള്ള വലിയ ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ ആ കുടുംബങ്ങൾ ഉള്ളത്. അതാണ് ജംഷീർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീട്ടുകാർക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു, പക്ഷേ കുട്ടികൾ വളരെ കൂളായിരുന്നു. ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ പണമില്ല, ഡ്രസ്സില്ല, ഇതൊക്കെ പറയുകയാണെങ്കിൽ പോലും ആ പുറത്തുവന്ന ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ കയ്യിൽ വലിയൊരു ബാഗുണ്ട്, അവരുടെ കയ്യിൽ ആവശ്യത്തിന് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കൂൾ വിട്ട് നേരെ കുട്ടികൾ പോകാനുള്ള ആസൂത്രണം നേരത്തെ ഇത്തരത്തിലൊരു പദ്ധതി കുട്ടികളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും കൃത്യമായ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ തന്നെ വ്യക്തമായി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ കുട്ടികൾ ഈ ഇത്തരത്തിലുള്ള യാത്ര പുറപ്പെട്ടത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവർ യൂണിഫോമിനൊപ്പം തന്നെ ഡ്രസ്സ് കരുതിയിട്ടുണ്ട്. ആ ഡ്രസ്സ് അവർ ഒരു പക്ഷേ സ്കൂൾ പരിസരത്ത് തന്നെ മാറിയതിനു ശേഷമായിരിക്കാം റെയിൽവേ സ്റ്റേഷനിലേക്ക്, തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കൃത്യമായി ആസൂത്രണം ചെയ്യണം. ഇനി മറ്റൊരു കാര്യം, ഈ മുഹമ്മദ് അസ്ലം അയാൾ ജോലി ചെയ്യുന്ന കടയിൽ നിന്ന് 4 ദിവസം മുമ്പ് ലീവ് എടുത്ത് കോഴിക്കോട്ടേക്ക് വന്നു എന്ന് പറയുന്നത്, ഇവരെല്ലാവരും കൃത്യമായി കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് നടത്തിയതിനു ശേഷം പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെ എന്നു മുതലാണ് ഇവർ ഈ പ്ലാനിങ് നടത്തിയത്, ഏത് സാഹചര്യത്തിലാണ് ഇവർ പ്ലാനിങ് നടത്തിയത്, എങ്ങനെയായിരുന്നു യാത്ര, ട്രെയിൻ മാർഗമാണ് യാത്ര നടത്തിയത്, പക്ഷേ എങ്ങനെയായിരുന്നു പോയിരുന്നത്, എവിടെ നിന്നാണ് ഇവർക്ക് പണം ലഭിച്ചത്, ഇതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ആ കുട്ടികളെ കണ്ടെത്തി അവരിൽ നിന്ന് തന്നെയായിരിക്കും ആ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ പറയുന്ന കാര്യം, ഈ നാട്ടിലേക്ക് വന്നാലും ഞങ്ങൾ വീട്ടിലേക്ക് പോകില്ല എന്നുള്ളതാണ്, വീട്ടിൽ പ്രശ്നമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് കൃത്യമായി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ആശ്വാസകരം കുട്ടികളെ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിനകത്തുള്ള പല നിർണായകമായിട്ടുള്ള കാര്യങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആ ഉത്തരം ഇന്ന് പകലത്തോടു കൂടി തന്നെ ലഭിക്കുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ജംഷീർ. ഏതായാലും ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി ഉച്ചയോടുകൂടി കുട്ടികളെ കാണാതാവുന്നു. 3-ാം ദിവസം കുട്ടികളെ മുംബൈയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ ഇപ്പോൾ ജംഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. കുട്ടികൾ എങ്ങനെയാണ് പോയത്, ആരുടെ ഒപ്പമാണ് പോയത്, ആരുടെ സ്വാധീനത്താലാണ് ഇത്രയും ധൈര്യത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, ഇത്രയും പണം എവിടുന്നാണ് കുട്ടികൾക്ക് ലഭിച്ചത്, ഇതെപ്പോഴാണ് ആസൂത്രണം ചെയ്തത്, എന്താണ് ഈ കുട്ടികളുടെ ഈ പോക്കിന് പിന്നിലെ ഉദ്ദേശം തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അവിടെ ബാക്കിയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സലൂണിലെ ഉടമ നമ്മളോട് പ്രതികരിച്ചത് പ്രകാരമാണെങ്കിൽ ആരോ ഒരാൾ കുട്ടികളെ വന്ന് വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു, തന്റെ മൊബൈലിലേക്കാണ് വിളിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി തങ്ങളുടെ ഫോൺ ഓൺ ചെയ്യാൻ പാടില്ല, അങ്ങനെയെങ്കിൽ പോലീസ് ട്രാക്ക് ചെയ്തു വരുമെന്നുള്ള കൃത്യമായ ബോധ്യം ആ കുട്ടികൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന ആ കുട്ടികൾക്ക് നൽകിയെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കുട്ടികളുടെ ആ ബോഡി ലാംഗ്വേജ്, ഒപ്പം തന്നെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ ബാഗും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഒരു ആശങ്കയും കുട്ടികൾക്കില്ല. രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും പോലീസുകാർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്കയും ടെൻഷനൊന്നും ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒരുപക്ഷെ സ്കൂളിൽ നിന്ന് നേരെ പോയതാണെങ്കിൽ അവരുടെ കയ്യിൽ ആ സ്കൂൾ ബാഗ് മാത്രമായിരുന്നു ഉണ്ടാകേണ്ടിരുന്നത്. പക്ഷേ ആവശ്യത്തിന് വസ്ത്രങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് ആ ബാഗ് കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. ഇനി എങ്ങനെയാണ് ഈ പണം കുട്ടികളുടെ കയ്യിലെത്തിയത്? സലൂണിൽ കയറി അവർക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് അവർ മുടി വെട്ടുന്നു, അവരുടെ മുഖച്ഛായ മാറ്റണമെന്ന് സലൂണിൽ അവരോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവർ മുഖം മറച്ചുകൊണ്ടാണ് ആ സലൂണിലേക്ക് കയറിയത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാൾ 5000 രൂപ വെച്ചാണ് അവിടെ സലൂണിൽ ചെലവാക്കിയത്. ഈ പണം എവിടെ നിന്നാണ് കുട്ടികൾക്ക് ലഭിച്ചത്? ഈ പറയുന്ന സുഹൃത്തുമായി ഇവരെങ്ങനെയാണ് പരിചയത്തിലാവുന്നത്? ഈ സുഹൃത്ത് എവിടെയാണ്, എന്താണ് ഇയാൾ ചെയ്യുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്.